SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ള വമ്പന്മാർ അഴിക്കുള്ളിലാകുമോ, അതോ ഇനി UDF സർക്കാർ പതിവ് പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇവരെ സംരക്ഷിക്കുമോ? നിയമത്തിന്റെ വഴിക്കേ പോകുന്ന രാപ്പകലില്ലാതെ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഓപ്പറേഷൻ തൂഫാൻ എന്ന സൂപ്പർ ഹിറ്റ് ക്ലീനപ്പ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ആഭ്യന്തരമന്ത്രിയുടെയും വിശ്വാസ്യത ഇപ്പോൾ കനത്ത അഗ്നിപരീക്ഷയിലാണ്. ഒന്നെങ്കിൽ വെള്ളാപ്പള്ളിമാർ ജയിലിലാകും, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ സകല ഇമേജും ജനമധ്യത്തിൽ തകർന്നടിയും. അതെ, സംഭവം വളരെ ലളിതമാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകളെ പറ്റിച്ച് കോടികൾ തട്ടിയെടുത്ത മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസും വിശ്വസ്തനായിരുന്ന KK മഹേഷൻ എന്ന പൊതുപ്രവർത്തകന്റെ ദുരൂഹമായ ആത്മഹത്യയും വെള്ളാപ്പള്ളി കുടുംബത്തിന് നേരെ ഉയർത്തിയ കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന VS അച്യുതാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളിക്കെതിരെ കൊളുത്തിവിട്ട ആ രാഷ്ട്രീയ അഗ്നി അദ്ദേഹത്തിന്റെ കാലശേഷവും കെടാതെ സൂക്ഷിച്ചത് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് VN സുധീരനാണ്. VS തുടങ്ങി വെച്ച ആ പോരാട്ടം സുധീരൻ ഏറ്റെടുത്തോടെ വിഷയം വെറുമൊരു രാഷ്ട്രീയ കളിയായില്ല, മറിച്ച് ധാർമ്മികതയുടെ പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ഇനിയൊരു ഘട്ടത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിച്ചാൽ അതിനെതിരെ ഒന്നാമനായി രംഗത്തിറങ്ങാൻ പോകുന്നത് ഇതേ VM സുധീരൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ നീക്കങ്ങൾ നൽകുന്ന സൂചനകളും മറ്റൊന്നല്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ചില നിർണായകമായ വസ്തുത കൂടിയുണ്ട്. വെള്ളാപ്പള്ളിമാരുടെ പേരുള്ള ഈ അഴിമതി കൊലപാതക കേസുകളിൽ സർക്കാരിന്റെ നിലപാട് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ നിർണായകമാണ് കേരള പോലീസിന്റെയും അന്വേഷണ ഏജൻസികളുടെയും നിലപാടുകൾ. മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്ററായിരുന്ന KK മഹേഷൻ ജീവനൊടുക്കിയ കേസിൽ വെള്ളാപ്പള്ളി നടേശനും തുഷാറിനെയും പ്രധാന പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് പക്ഷേ LDF സർക്കാർ, അതായത് പിണറായി സർക്കാർ അതിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ പിന്നീട് കണ്ടത് നമ്മൾ വെള്ളാപ്പള്ളിയുടെ തോളിൽ കൈയിട്ട് കാറിൽ കയറ്റി വരുന്ന പിണറായി വിജയനാണ് പിന്നീട് കേരളം കണ്ടത്. പക്ഷേ ആ കേസ് ഒന്നുമല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ ഒറ്റയാൾ കാരണമാണ്. എന്നിട്ടും ഇവരെ ഒന്നും ചോദ്യം ചെയ്യാനോ വിരലൊന്ന് തൊടാനോ പോലും പിണറായി വിജയന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. പിന്നീട് ഇങ്ങോട്ട് എന്തുകൊണ്ടോ അതിൽ യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതും ഉത്തരം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ നഗ്നമായ രാഷ്ട്രീയ സംരക്ഷണം തന്നെയായിരുന്നു ഇതിനുള്ള പ്രധാന കാരണം. പിണറായി ഭരണത്തിൽ വെള്ളി വെളിച്ചത്തിൽ സംരക്ഷിക്കപ്പെട്ട വെള്ളാപ്പള്ളിമാർക്ക് മുമ്പിൽ പോലീസ് വിടുപണി ചെയ്യുകയായിരുന്നു. എന്നാൽ ഇവിടെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത ഒളിഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ ഭരണത്തിന്റെ അവസാന കാലത്ത് ക്രൈംബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ച IPS ഉദ്യോഗസ്ഥൻ H വെങ്കടേഷിന്റെ തന്നെയാണ് ഇപ്പോഴത്തെ UDF സർക്കാരും ക്രൈംബ്രാഞ്ച് മേധാവിയായി തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. ഇതെന്തൊരു വിരോധാഭാസമാണെന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളിമാരെ സംരക്ഷിക്കാൻ കൂട്ടുന്ന അതേ ഉദ്യോഗസ്ഥനെ തന്നെ വീണ്ടും പ്രധാന കസേരയിൽ ഇരുത്തുന്നത് ഇവരെ ഇനിയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തർനാടകങ്ങളാണോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിലും ശക്തമാകുന്നുണ്ട്. മുമ്പ് ക്രൈംബ്രാഞ്ച് മേധാവിമാരായിരുന്നവർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുകയുമില്ല. എന്നാൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്ര എളുപ്പവുമാകില്ല. കാരണം ചരിത്രത്തിലാദ്യമായി വെള്ളാപ്പള്ളി നടേശന്റെ നെഞ്ചിലേക്ക് വിജിലൻസ് വക ഒരു ഒന്നാന്തരം പ്രഹരം തന്നെ വീണിരിക്കുകയാണ്. കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഔദ്യോഗികമായി അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയും വിജിലൻസും കടുത്ത നിലപാട് സ്വീകരിക്കുകയും മാധ്യമങ്ങൾ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തതോടെ ഇനി പ്രോസിക്യൂഷൻ അനുമതി നൽകാതിരിക്കാൻ സർക്കാരിനും കഴിയില്ല. രക്ഷപ്പെടാനുള്ള സകല വഴികളും അടയുകയുമാണ്. 2016 സഖാവ് VS അച്യുതാനന്ദൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ 124 ഇടപാടുകളിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ വയനാട്ടിലെ കേസിലാണ് ഇപ്പോൾ കൃത്യമായി കുറ്റപത്രം തയ്യാറായിരിക്കുന്നത്. ഈ സുവർണാവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാണ് VM സുധീരൻ ഇപ്പോൾ കളം നിറയുന്നത്. മൈക്രോ ഫിനാൻസ് അഴിമതിയും KK മഹേഷിന്റെ ആത്മഹത്യയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സുധീരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തും അയച്ചു കഴിഞ്ഞു. ഇതോടെ ഒരേ സമയം രണ്ട് വൻ പ്രതിസന്ധികളാണ് വെള്ളാപ്പള്ളി അച്ഛനും മകനും നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഒന്നുകിൽ അഴിമതി കേസ്, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പെന്ന് കൂടി മനസ്സിലാക്കണം. പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി പിന്നോക്ക വികസന കോർപ്പറേഷൻ കേവലം 3% പലിശയ്ക്ക് നൽകിയ കോടിക്കണക്കിന് രൂപയാണ് SNDP യോഗത്തിന്റെ മറവിൽ തട്ടിയെടുത്തത്. ഈ പണം പാവങ്ങൾക്ക് നൽകാതെ മറ്റ് വൻകിട ആവശ്യങ്ങൾക്കായി 12% വരെയുള്ള ഉയർന്ന പലിശയ്ക്ക് മറച്ചു വിറ്റു എന്നുള്ളതാണ് കേസ്. പാവങ്ങളുടെ കണ്ണീര് വീണ പണം കൊണ്ട് കോടീശ്വരന്മാർ തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ അന്വേഷണം പൂർണ്ണമായും മരവിപ്പിച്ച് നിർത്തുകയുമായിരുന്നു. ഒടുവിൽ സഹികെട്ടാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം ഹൈക്കോടതിക്ക് നേരിട്ട് ഏറ്റെടുക്കേണ്ടി വന്നത്. ഇതിനേക്കാൾ ഭീകരമാണ് KK മഹേഷിന്റെ മരണം എന്ന് പറയുന്നത്. വെറുമൊരു ആത്മഹത്യ അല്ല, അത് ഒരു കൊലപാതകത്തിന് തുല്യമായ മാനസിക പീഡനത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണ്
കെ മഹേഷിന്റെ മരണമെന്നാണ് പറയപ്പെടുന്നത്. മരിക്കുന്നതിന് മുമ്പ് 32 പേജുള്ള അതിവിശദമായ ഒരു മരണമൊഴിയാണ് മഹേഷൻ എഴുതി വെച്ചത്. ആ കത്തിൽ വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ ക്രൂരതകൾ അക്കമിട്ട് നിരത്തിയിട്ടുമുണ്ട്. താൻ വിശ്വസിച്ച് കൂടെ നിന്ന വെള്ളാപ്പള്ളിയിൽ നിന്നും അനുഭവിച്ച ക്രൂരമായ മാനസിക പീഡനങ്ങളും മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെയും SNDP യോഗത്തിന്റെ ട്രസ്റ്റിൽ നടന്ന സകല സാമ്പത്തിക ക്രമക്കേടുകളുടെയും മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ തലയിൽ കെട്ടിവെക്കാൻ വെള്ളാപ്പള്ളി നടത്തിയ ഭീഷണികളുമാണ് തന്നെ മരണത്തിലേക്ക് നയിച്ചതെന്ന് മഹേഷൻ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. മഹേഷിന്റെ ഭാര്യ ഈ ദുരൂഹതകൾ തുറന്നു പറഞ്ഞ പശ്ചാത്തലത്തിലാണ് VM സുധീരൻ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചത്. ഈ കത്ത് വിഷയത്തിന്റെ ഗൗരവം 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് തനിക്ക് വെള്ളാപ്പള്ളിക്കെതിരെ നേരിട്ട് പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. VM സുധീരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആഭ്യന്തര വകുപ്പിലേക്ക് മുഖ്യമന്ത്രി ഇതുവരെ കൈമാറിയിട്ടില്ല. രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി അധികകാലം ഈ പരാതി പൂഴ്ത്തിവെക്കാൻ മുഖ്യമന്ത്രി VD സതീശന് കഴിയുകയുമില്ല. കാരണം എതിർപക്ഷത്ത് നിൽക്കുന്നത് VM സുധീരനാണ്. അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയുമില്ല. മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം മുറുകിയാൽ സ്വാഭാവികമായും അത് മഹേഷിന്റെ മരണത്തിലേക്ക് നീളേണ്ടിയും വരും. അതായത് തുടരന്വേഷണത്തിന്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഉടൻ തന്നെ അന്തിമ തീരുമാനം എടുക്കേണ്ടിയും വരും. ഈ കേസിന്റെ ആദ്യ പരാതിക്കാരൻ VS അച്യുതാനന്ദൻ ആയതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്ക് കുരുക്കുമുറുകുമ്പോൾ CPMനോ ഇടതുപക്ഷ ഇതിൽ ഇടപെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കാനോ കഴിയില്ല. ഇപ്പോൾ തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളിയെ വഴിവിട്ട് സംരക്ഷിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും പിണറായിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഇടതുപക്ഷത്തിന്റെ കനത്ത രാഷ്ട്രീയ പതനത്തിന് പ്രധാന കാരണക്കാരായ വെള്ളാപ്പള്ളിയുമായുള്ള സഖ്യവും സഹവാസവും പിണറായി അവസാനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും ഇടതുപക്ഷത്തിന് നല്ലതെന്ന മുന്നറിയിപ്പാണ് സ്വന്തം അണികളിൽ നിന്ന് പോലും ഉയരുന്നത്. നിയമവ്യവസ്ഥയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സമുദായത്തിന്റെ പേരിൽ കോടികൾ തട്ടിയവർക്ക് ഇനിയുള്ള നാളുകൾ അത്ര സുഖകരമായിരിക്കില്ല. UDF സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ വെറുമൊരു പ്രഹസനമല്ല എങ്കിൽ, മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനും മകനും അഴിക്കുള്ളിലാകും. അതല്ല പതിവ് പോലെ അണിയറയിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് നടക്കുന്നതെങ്കിൽ ഈ ജനകീയ സർക്കാർ ജനമധ്യത്തിൽ പൂർണ്ണമായും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. നമുക്ക് കാത്തിരുന്ന് കാണാം നിയമത്തിൻ്റെ വഴി അതോ ഇനി സർക്കാരിൻ്റെ വഴിയാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന്.